ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിത്തരുന്ന ആ ഒരു 5 ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം കളയാതെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. ഒന്ന് മുഗൾ കിങ്ഡം, ഒന്ന് പിന്നെ നമ്മുടെ വിജയനഗര കിങ്ഡം. അപ്പൊ തീർച്ചയായിട്ടും അക്ബറിന്റെയും ദേവരായരുടെയും ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് അക്ബറിന്റെ റീഫോംസ് എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. അക്ബറിന്റെ റീഫോംസ്, അതേപോലെ അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ റിലീജിയസ് ടോളറൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് ചോദിക്കും. അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അക്ബർ ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇബാദത്ത് ഖാന. അതേപോലെ എന്തിനായിരുന്നു അത് വേരിയസ് റിലീജിയസ് ഡിഗ്നിറ്ററീസിനെ ഗ്യാദർ ചെയ്യാനുള്ള സ്ഥലമായിരുന്നു. പിന്നെ അതേപോലെ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ടാക്കിയത് അക്ബറാണ്. എല്ലാ ഗുഡ് ആസ്പെക്ട്സും, അതായത് എല്ലാ റിലീജിയന്റെയും ഗുഡ് ആസ്പെക്ട്സ് കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ മതമാണ് ദിൻ ഇലാഹി. ജസിയ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ടാക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റിലീജിയസ് ടോളറൻസ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വളരെ എടുത്ത് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എന്തായാലും അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ് പഠിച്ചിട്ട് പോവാം. അടുത്തൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ അഡ്മിനിസ്ട്രേഷൻ മാത്രമായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഒരു 50% ആണ്. പക്ഷേ മുഗൾ അഡ്മിനിസ്ട്രേഷനും നമ്മുടെ ദേവരായരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും തമ്മിൽ എന്ത് ചെയ്യും, വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അതേപോലെ നമ്മുടെ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ. മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സമയത്ത് ഈ ഒരു ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ എന്ത് ചെയ്യാ, പ്രത്യേകം കോർട്ടുകളൊന്നും ഇല്ലായിരുന്നു അക്ബറിന്റെ കാലത്ത്. ഡ്യൂറിംഗ് മുഗൾ പീരിയഡ് ദർ വർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. ഇൻസ്റ്റെഡ് ഓഫ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ക്വാസി എന്നറിയപ്പെടുന്ന ആളുകളായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവരുടെ ഈ ജുഡീഷ്യറി ഒക്കെ നടപ്പാക്കിയിരുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതായത് ഈ ഒരു ജസ്റ്റിസ് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് ആരുടെ അടുത്ത് പോകും, കിങ്ങിന്റെ അടുത്ത് പോകും. പിന്നെ എന്തുണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വർ അപ്പോയിന്റഡ് ടു അഡ്വൈസ്, കിങ്ങിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കണം കേട്ടോ. ഇതിനാണ് സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ്. ഏത് ടൈമിൽ നമ്മുടെ മുഗൾ പീരിയഡിലുള്ള സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. നമ്മുടെ സൊസൈറ്റീനെ ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് കോമൺ മാൻ ആയിരുന്നു, ഏറ്റവും ടോപ്പിൽ വരുന്നത് കിങ് ആയിരുന്നു. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ ഫാർമേഴ്സ്, ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ആയിരുന്നു സൊസൈറ്റിയിൽ. അവരുടെ ഇടയിലും എന്തുണ്ടായിരുന്നു, എക്സിസ്റ്റഡ് അമംഗ് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാൽഫിച്ച് അങ്ങനെ കുറെ ആൾക്കാർ ഇന്ത്യ വന്ന് കണ്ടപ്പോഴുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ അച്ചീവ്മെന്റ് ആയിരുന്നു എന്ത്, എക്കോണമിക് പ്രോഗ്രസ്. അവരുടെ സൊസൈറ്റിന്റെ എക്കോണമി എന്ത് വെച്ചിട്ടായിരുന്നു, അഗ്രികൾച്ചർ വെച്ചിട്ടായിരുന്നു നോക്കിയിരുന്നത്. ഫാർമേഴ്സ് ടാക്സ് കൊടുക്കുന്നിടത്തോളം കാലം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്നല്ല, നമ്മുടെ ലാൻഡിൽ നിന്ന് അവരെ എവിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ ടൂൾസ് ഒക്കെ എന്ത് ചെയ്യും, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കേ പറയുന്നുള്ളൂ. ഒന്ന് നമ്മുടെ ഭക്തി മൂവ്മെന്റും അതേപോലെ സൂഫി മൂവ്മെന്റും. അപ്പൊ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഭക്തി മൂവ്മെന്റിൽ എടുത്തു പറയുന്ന 3 പേരാണ്. ഒന്ന് നമ്മുടെ കബീർ, പിന്നെ ബസവണ്ണ, അതേപോലെ ഗുരുനാനക്. ഈ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഈ 3 പേഴ്സൺസിൽ ആരുടെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ചോദിക്കും. സോ ഈ 3 പേഴ്സണാലിറ്റീസിനെ ഒന്ന് പഠിച്ചു വെക്കുക. അനുഭവ മണ്ഡപം, നമ്മുടെ ബസവണ്ണ ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വുമൺ ആൻഡ് ഭക്തി മൂവ്മെന്റ്. അതായത് ഈ ഒരു ഭക്തി മൂവ്മെന്റിന്റെ സമയത്ത് ഏതൊക്കെ സ്ത്രീകൾക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ കുറിച്ചിട്ട് പറയുന്നത്, മീരാബായ് ഒക്കെ ഓർക്കുക വെക്കുക, കാരൈക്കൽ അമ്മയാർ, അതേപോലെ അക്ക മഹാദേവി, ഇവരുടെ പറ്റിയൊക്കെ ഒന്ന് നോക്കി വെക്കുക. വുമൺ ആൻഡ് ഭക്തി മൂവ്മെന്റ്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഭയങ്കര നിങ്ങളൊരു ഈ ഒരു ചാപ്റ്ററിനെ പറ്റി എത്രത്തോളം നോളജ് നിങ്ങൾക്ക് കിട്ടി എന്ന് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഭക്തി മൂവ്മെന്റിന്റെ ഇമ്പാക്റ്റും വുമൺസിന്റെ കോൺട്രിബ്യൂഷനും.
കുറച്ച് ഇയർ ഒക്കെ ചോദിക്കാൻ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡ് ലൈറ്റ്. നമുക്ക് ക്വിക്കായിട്ട് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്ന് ഇയേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിൽ കുറച്ച് ഇയേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ INC യുടെ ഫോർമേഷൻ 1885, പിന്നെ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് തിങ്കിങ്, അവരെന്തൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ദ പ്രിക്കോസർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിന്റെ ഫീച്ചേഴ്സ് മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ പോക്സോ ആക്ട് ആണ്. ഫ്രെയിമിംഗ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇയേഴ്സ് പഠിച്ചു വെക്കണേ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിന്റെ ഫസ്റ്റ് മീറ്റിംഗ്, അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്, ഫസ്റ്റ് ഇലക്ടഡ് ചെയർമാൻ, നമ്മുടെ സൈൻ ആൻഡ് അഡോപ്റ്റഡ് ആയിട്ടുള്ള ഇയർ, അതേപോലെ എഫക്റ്റ്, കെയിം ഇൻ എഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ എഫക്റ്റ് ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പോക്സോ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടോ. ഡൈവേഴ്സിറ്റി ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒരു 3ഓ 5ഓ ഡൈവേഴ്സിറ്റീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർലമെന്ററി ഡെമോക്രസി, പോപ്പുലർ സോവറിറ്റി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഏതെങ്കിലും ഒരു 5 എണ്ണം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. റൂൾ ഓഫ് ലോ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ മക്കളെ. അപ്പൊ അടുത്തത് പോക്സോ. ഞാൻ പറഞ്ഞ പോലെ പോക്സോന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, പോക്സോ അതിന്റെ ഫുൾ ഫോം ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 വന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.